നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി MLA പദവി തുടരാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ ദിവസം സ്പീക്കർ നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. സങ്കീർണതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് MLA സ്ഥാനം സ്വയം ഒഴിയുന്നില്ലെങ്കിൽ നിയമസഭയ്ക്ക് രാഹുലിനെ പുറത്താക്കാൻ അധികാരമുണ്ട്. പക്ഷേ ചില സങ്കീർണതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അംഗങ്ങൾക്ക് വേണ്ട പൊതുപെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി എത്തിക്സ് കമ്മിറ്റി ശുപാർശ നൽകി സഭ അംഗീകരിച്ചാൽ രാഹുൽ പുറത്തയക്കാം. സ്പീക്കർ N ഷംഷീർ അതിന്റെ സൂചന നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരപീഡനം മുതൽ സാമ്പത്തിക ചൂഷണം വരെയുള്ള കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത്. തുടർച്ചയായി സമാന സ്വഭാവമുള്ള കേസുകളിൽ പ്രതിയാവുകയും ഒടുവിൽ അറസ്റ്റിലാവുകയും ചെയ്തത് ഒരു MLA ആയതിനാൽ തന്നെ തുടർ നടപടികളിൽ എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നികുതി പണം പറ്റുന്ന നിയമസഭാംഗം ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി പ്രതിയായാൽ അയാൾക്കെതിരെ സഭയ്ക്ക് എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്നതടക്കം പരിശോധിക്കും. സ്വയം രാജിവെച്ച് രാഹുൽ ഒഴിഞ്ഞില്ലെങ്കിൽ നിയമസഭയ്ക്ക് പുറത്താക്കാനുള്ള അധികാരമുണ്ട്. MLA മാർക്കുണ്ടായിരിക്കേണ്ട പെരുമാറ്റച്ചട്ടം എന്തെന്ന് കേരള നിയമസഭയുടെ നടപടിക്രമം സംബന്ധിച്ച ചട്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അനുബന്ധം 2 പേജ് 144 മുതലാണ് സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള പെരുമാറ്റച്ചട്ടവും സദാചാര തത്വങ്ങളും എന്തൊക്കെയാണെന്ന് പറയുന്നത്. അംഗങ്ങൾ പൊതുജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള സാന്മാർഗികതയും അതുപോലെ തന്നെ അന്തസ്സും മര്യാദയും മൂല്യങ്ങളും നിലനിർത്തണമെന്നാണ് ചട്ടം. പദവി ജനങ്ങളുടെ പൊതു നന്മ വളർത്തുന്നതിന് ഉപയോഗിക്കണമെന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഈ സദാചാര തത്വലംഘനം പരാതിയായി സ്പീക്കർക്ക് മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട്. അംഗങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പരാതിയും നൽകാം. പരാതി നൽകിയാൽ സ്പീക്കർക്ക് പരാതിയുടെ വസ്തുത പരിശോധിച്ച് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിടാം. അതല്ലെങ്കിൽ സഭയുടെ അനുമതിയോടെ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്പീക്കർ അംഗീകാരത്തോടെ സഭയിൽ വയ്ക്കണം. അത് പാസ്സായാൽ അംഗത്തിനെതിരെ കമ്മിറ്റി ശുപാർശ ചെയ്ത നടപടിയെടുക്കാം. ഗവർണറുടെ അംഗീകാരം വാങ്ങാം. സഭയിൽ നിന്ന് നീക്കാനാണ് ശുപാർശയെങ്കിൽ അത് നടപ്പാക്കാം. ഇതോടെ വ്യക്തിയുടെ MLA സ്ഥാനം നഷ്ടമാകും. നിലവിലെ സഭയുടെ കാലയളവ് വരെയാകും സാധ്യത. അതേസമയം മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടാകില്ല. ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒരു അംഗത്തെ പുറത്താക്കാൻ അധികാരമുണ്ടോ എന്നത് പലപ്പോഴും ഒരു തർക്ക വിഷയമായിട്ടുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പലപ്പോഴും കോടതി കയറിയതാണ്. നിലവിലെ സഭയ്ക്ക് ഈ മാസം 20-ന് തുടങ്ങുന്ന ഒരു സമ്മേളന കാലയളവാണ് ശേഷിക്കുന്നത്. രാഹുലിനെതിരെ നടപടി എടുക്കണമെങ്കിൽ പരാതി എത്തിയ റിപ്പോർട്ട് തയ്യാറാക്കി ഈ സമയം പാസ്സാക്കണം. പാർട്ടിയിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച കോൺഗ്രസ് പ്രമേയം വന്നാൽ പിന്തുണയ്ക്കാൻ തന്നെ സാധ്യത. അതിവേഗ നടപടിയിലേക്ക് സ്പീക്കർ കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അയോഗ്യത നടപടിക്ക് നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ N ഷംഷീർ വ്യക്തമാക്കുന്നത്. രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശമെന്നും വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ്. കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അടുപ്പമുള്ളവരോട് രാഹുൽ പറഞ്ഞിരുന്നു. പാർട്ടി പുറത്താക്കിയപ്പോഴും പാലക്കാട്ട് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയിലെ ഏതാനും കൗൺസിലർമാരും MLA ഓഫീസിലും പൊതുചടങ്ങുകളിലും ഒപ്പം നിന്നത് പിന്തുണയായി രാഹുൽ അത് കണക്കാക്കി. എന്നാലും പാർട്ടി നടപടി പിൻവലിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി മാത്രമാണ് മത്സര ഭീഷണിയെ മുതിർന്ന നേതാക്കൾ കണ്ടത്. എന്നാൽ അറസ്റ്റോടെ അത്തരം ചർച്ചകൾക്കെല്ലാം തൽക്കാലം വിരാമമായിരിക്കുന്നു. എന്തായാലും രാഹുൽ അത്തരത്തിലൊരു പദ്ധതി രാഹുൽ ഉണ്ടായിരുന്നു. സ്വതന്ത്രനായി മത്സരിക്കുക എന്നൊരു പദ്ധതി. അത്തരത്തിൽ സ്വതന്ത്രനായി മത്സരത്തിന് ഇറങ്ങിയിരുന്നുവെങ്കിൽ വിജയിക്കുമോ ഇല്ലയോ എന്നതും ഒരു ചോദ്യം തന്നെയായിരുന്നു. എന്തായാലും നിലവിൽ ആ സാധ്യതകളും മങ്ങിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. പോലീസ് സംഘം എത്തുന്നു, ഡോറിൽ മുട്ടുന്നു, രാഹുൽ ഡോറ് തുറക്കുന്നു, അറസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കുന്നു. ഏത് കേസിലാണ് അറസ്റ്റ് എന്ന ചോദ്യമാണ് രാഹുൽ ഉടൻ തന്നെ ചോദിക്കുന്നത്. കേസിൻ്റെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ റെഡിയായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോലീസിനൊപ്പം ഇറങ്ങുന്ന രാഹുലിനെയാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. സ്വന്തം മണ്ഡലമായ പാലക്കാട് എത്തുമ്പോൾ സ്ഥിരമായി താമസിച്ചിരുന്നത് KPM റീജൻസിയിൽ ആണ്. ഇവിടെ നിന്ന് വന്ന ദൃശ്യങ്ങൾ പ്രകാരം രാഹുൽ താമസിക്കുന്ന 2002 മുറിയിൽ പോലീസ് 3 തവണയാണ് മുട്ടിയത്. വാതിൽ തുറന്ന രാഹുലിനോട് അറസ്റ്റാണെന്നും ഏത് കേസിലാണ് സാറേ എന്ന് രാഹുൽ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. മണപ്പുള്ളിക്കാവിലെ MLA ഓഫീസിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെയാണ് സുൽത്താൻപേട്ടിലെ ഹോട്ടലിലേക്കുള്ള ദൂരം. ഓഫീസ് സ്റ്റാഫുകൾ താമസിക്കുന്ന കിടപ്പുമുറികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സൗകര്യം കുറവായിരുന്നതിനാലാണ് പാലക്കാട് എത്തുമ്പോൾ KPM റീജൻസിയിൽ രാഹുൽ താമസിച്ചിരുന്നത്. ദിവസത്തിന് 2000 മുതൽ 2500 വരെ വാടകയുള്ളതാണ് രാഹുൽ താമസിച്ചിരുന്ന 2002 എന്ന മുറി. മുൻപ് താമസിച്ചിരുന്ന പാലക്കാട്ടെ ഫ്ലാറ്റിൽ നിന്ന് രാഹുൽ താമസം മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പോലീസ് വന്നു പോകുന്നു. ഇത് ചുറ്റുമുള്ള അയൽക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർ എല്ലാവരും കൂടി ചേർന്നാണ് രാഹുൽ അവിടെ നിന്ന് താമസം മാറണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അനുസരിച്ച് രാഹുൽ അവിടെ നിന്ന് താമസം മാറി
ഹോട്ടലിലേക്ക് മാറുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി നിരന്തരം പോലീസ് കയറി ഇറങ്ങിയതോടെ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ രാഹുലിനോട് താമസം മാറണമെന്ന് ആവശ്യപ്പെടുകയും പാലക്കാട് താമസിക്കാൻ മറ്റൊരു വീട് രാഹുൽ നോക്കി, പക്ഷെ ശരിയാകാതെ വന്നതോടെയാണ് ഹോട്ടലിൽ താമസിക്കുക എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത്. എന്നാൽ മൂന്നാം ബലാത്സംഗ പരാതിയിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുറത്തുവന്നു. ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഇത്തരത്തിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. അർദ്ധരാത്രി 12:30 പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വാതിൽ തുറക്കുന്ന രാഹുലിനോട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അത് ഭാവമാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏത് കേസ് എന്നാണ് രാഹുൽ ഉടൻ തന്നെ ചോദിക്കുന്നത്. പിന്നാലെ റെഡിയായ ശേഷം വരാമെന്ന് പറഞ്ഞ് രാഹുൽ അകത്തേക്ക് പോയി തയ്യാറാകുന്നുണ്ട്. ഉടനെ തന്നെ പോലീസും ഒപ്പം അകത്തേക്ക് കയറുന്നുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു രാഹുലിനെ SIT അറസ്റ്റ് ചെയ്തത്. ഉച്ച മുതൽ രാഹുൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഒടുവിൽ അർദ്ധരാത്രി 12:30 പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരായ പരാതിയിലുള്ളത്. സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ രാഹുൽ ഇവയെല്ലാം നിഷേധിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ പ്രത്യേക പരിഗണനകളൊന്നും തന്നെയില്ല. സെൽ നമ്പർ 3-ൽ രാഹുൽ ഒറ്റയ്ക്കാണ്. തടവുകാരില്ല. MLA ആയതിനാലാണ് രാഹുലിന് ഒറ്റയ്ക്കൊരു സെൽ അനുവദിച്ചത്. രാഹുൽ നിലത്ത് പായ വിരിച്ചാണ് കിടന്നത്. ഡോക്ടർമാർ ആവശ്യപ്പെട്ടാൽ കട്ടിലടക്കമുള്ള മറ്റു സൗകര്യങ്ങൾ നൽകുക എന്ന തീരുമാനത്തിൽ ആയിരുന്നു. സാധാരണയായി ജയിലിൽ ഞായറാഴ്ചകൾ രാത്രി സ്പെഷ്യൽ ഭക്ഷണമില്ല. ചോറിനോ ചപ്പാത്തിക്കൊപ്പം തോരനും രസവുമായിരിക്കും നൽകുക. മാത്രമല്ല രാവിലെ ഉപ്പുമാവും കടലക്കറിയുമായിരിക്കും പ്രഭാത ഭക്ഷണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റിയത്. സാധാരണയായി ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് പ്രതിയെ ജയിലിലേക്ക് മാറ്റുക. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായേക്കാം എന്നത് മുന്നിൽ കണ്ട് ഡോക്ടർമാരെ ജയിലിലേക്ക് വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി ആവശ്യപ്പെട്ട അന്വേഷണ സംഘം അപേക്ഷ നൽകും. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും തെളിവെടുപ്പ് നടത്തണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കേസിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാകും കേസ് പരിഗണിക്കുക. രാഹുലിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കേസിൽ നിർണായകമായി മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂന്നാമത്തെ പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ചാറ്റ്, അതിലെ വിവരങ്ങൾ മാത്രമല്ല രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ചില ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ നടത്തിയ ചാറ്റാണ് നിർണായകമായത്. അതായത് ഫ്ലാറ്റ് വാങ്ങുന്നതിനായി യുവതിയെ നിർബന്ധിക്കുന്ന രാഹുലിനെ ചാറ്റിൽ കാണാൻ സാധിക്കും. 3 ബെഡ്റൂം വേണോ 2 ബെഡ്റൂം പോരെയെന്ന് യുവതി ചോദിക്കുമ്പോൾ വാങ്ങുമ്പോൾ 3 ബെഡ്റൂം ഉള്ളത് തന്നെ വേണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു. പാലക്കാട് ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധിക്കുന്നത്. 2 ബെഡ്റൂം പോരെ എന്ന് യുവതി ചോദിക്കുമ്പോൾ 3 ബെഡ്റൂം തന്നെ വേണമെന്ന് കടുംപിടുത്തം. 1 കോടി രൂപ വില വരുന്നതായിരുന്നു ഫ്ലാറ്റ്. അത്രയും പണമില്ലാത്തതിനാൽ ഫ്ലാറ്റ് വാങ്ങുന്നതിൽ നിന്ന് യുവതി പിന്മാറി. യുവതി പോലീസിന് നൽകിയ മൊഴിയിലും ഫ്ലാറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നിർണായകമായ ചാറ്റാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്.